ഹലോ ഫ്രണ്ട്സ്, എനിക്കുണ്ട് വിശേഷം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇന്നിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ. ഇന്നൊരു ശനിയാഴ്ചയാണ്. അത് രാവിലെ എഴുന്നേറ്റ് വന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു എന്താ പറയുക ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് കുറച്ച് കാര്യങ്ങളും പരിപാടികളും ഉണ്ട്. കുറേ ദിവസമായാലും വീഡിയോ ഒക്കെ എടുത്തിട്ടും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. അപ്പം ഞങ്ങൾ രണ്ടുപേരും എഴുന്നേറ്റ് ചെറിയൊരു പാർട്ടി പോകുന്നുണ്ട്. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് ഇന്ന് അവയുടെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ഉണ്ട്. അതുകൊണ്ടാട്ടോ അവൻ പറയണത്. അവൻ്റെ രാവിലെ എഴുന്നേറ്റ് നൈറ്റ് ഡ്രസ്സൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനും പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് ബാക്കി പരിപാടികളൊക്കെ തരാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഞങ്ങളെല്ലാവരും ബ്രഷൊക്കെ ചെയ്ത് കിച്ചണിൽ കയറിയിട്ടുണ്ട്. കുക്കിങ്ങിന് വേണ്ടിയാട്ടോ. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു ദോശയും ചട്നിയാണ്. അത് ചട്നി എന്തോ ടൊമാറ്റോ ചട്നിയോ അങ്ങനെ എന്താണ്ട് അരയ്ക്കാന്ന് പറഞ്ഞു. അതിന്റെ പരിപാടി ചെയ്യാണ്. ഞാൻ അവിക്ക് ദോശ കൊടുക്കാന്ന് വെച്ചാൽ അവിക്കുള്ള ദോശ ചമ്മന്തി ഇന്നലത്തെ ഇരിപ്പുണ്ട്. അപ്പം അത് വെച്ചിട്ട് അവിക്ക് ദോശ കൊടുക്കാം. അപ്പം ബാക്കി പരിപാടികളും കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. നല്ല തണുപ്പുണ്ട്. സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ എഴുന്നേക്കാനൊന്നും വലിയ മൂഡൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അവിയുടെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേക്ക് പോകണം. അതാണ് നേരത്തെ എഴുന്നേക്കാനുള്ള മെയിൻ കാരണം. പിന്നെ അവിക്ക് വിശക്കുമെന്നും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവി അവിടെ എന്തൊക്കെയോ പരിപാടിയില്ല കേട്ടോ. അജയ്ഷേട്ടൻ ചമ്മന്തി ഉണ്ടാക്കുന്ന സമയം കൊണ്ട് ഞാൻ കുറച്ച് ചായ ഇടാന്ന് വിചാരിച്ചു കേട്ടോ. നല്ല ഇഞ്ചിയൊക്കെ ഇട്ടുള്ള ചായ. ഞാൻ വീക്കിലി വൺസാണ് ചായയൊക്കെ കുടിക്കത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും മസാല ടീയോ അല്ലെങ്കിൽ ജിഞ്ചർ ടീ അങ്ങനെയുള്ള ചായയൊക്കെ കേട്ടോ ഞാൻ കുടിക്കുന്നത്. അപ്പം നമുക്ക് ഒരു ജിഞ്ചർ ടീ കുടിക്കാം. കുടിക്കാതല്ല, ഉണ്ടാക്കാം. എന്തൊക്കെയാ രാവിലെ എഴുന്നേറ്റ് പറയുന്നത്. അവിക്കമ്മ ദോശ ചുട്ട് തരട്ടെ? അങ്ങനെ രണ്ട് ആഴ്ചയായിട്ട് ടൊമാറ്റോ ചട്നി ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഒന്നുമില്ല, കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ ഉള്ളിയും നമ്മുടെ വറ്റൽമുളകും കറിവേപ്പിലയും തക്കാളിയും എല്ലാം കൂടി ഇട്ട് വരട്ടുക. പിന്നെ നമ്മൾ എന്താ പറയുക മിക്സിക്കകത്തിട്ട് അടിച്ചെടുക്കുക. അതാട്ടോ, അത്രേ ഉള്ളൂ. ചമ്മന്തി പരിപാടി. അങ്ങനെ അജയ് ചേട്ടനും അവയോടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങി കേട്ടോ. നല്ല അടിപൊളി ചട്നിയൊക്കെ ഉണ്ട്. എങ്ങനെ ഉണ്ടായിക്കോട്ടെ ബ്രേക്ക്ഫാസ്റ്റ്? സൂപ്പർ. ദോശ അല്ലെങ്കിലും അവയ്ക്ക് ഭയങ്കര എന്താ പറയുക 5, 6 അല്ലെങ്കിൽ 10 ദിവസവും ദോശ കൊടുത്തിട്ടുണ്ട് അവി കഴിക്കും. ഞങ്ങൾക്ക് രണ്ടുപേർക്കാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കേട്ടോ ഇങ്ങനെ ദോശ കഴിക്കാനായിട്ട്. അവയ്ക്ക് എപ്പോഴും ദോശ തന്നെ മതി. 10 ദിവസം എന്നൊക്കെ പറഞ്ഞാൽ വളരെ കുറവായിരിക്കും. 365 ദിവസവും ദോശ കൊടുത്ത് കഴിക്കുന്ന ഒരാളാട്ടോ അവി എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് എനിക്ക് കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. പക്ഷേ ഇത് ഡെയിലി കഴിക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. അതുകൊണ്ട് ഞാൻ വീക്കെൻഡ്സ് ആകുമ്പം മോസ്റ്റ്ലി വേറെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇന്ന് എനിക്ക് സമയമില്ലാത്തതുകൊണ്ടും പിന്നെ മാവരച്ച കുറച്ച് മിച്ചം ഉള്ളതുകൊണ്ടും പിന്നെ അവനെ കഴിപ്പിക്കാൻ എളുപ്പമുള്ളത് ഇതായതുകൊണ്ടും ഞാൻ ഇത് വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്താട്ടോ ഈ ആഴ്ചയും. ഇനിയിപ്പോൾ നമുക്ക് നാളെ വേറെ എന്തെങ്കിലും ശരിയാക്കാം. അവരിവിടെ ദോശ കഴിക്കുന്നു, ഞാനിവിടെ ദോശ ഇടുന്നു. അതായിട്ട് പരിപാടിയും. മിക്ക സാറ്റർഡേയിലും സൺഡേയിലും ഒക്കെ ഇങ്ങനെ തന്നെയാണ് പരിപാടി. അവർ കഴിക്കും, ഞാൻ ചുടും. അത് കഴിഞ്ഞിട്ട് ഞാനിരുന്ന് കഴിക്കും കേട്ടോ. പിന്നെ ഇപ്പോൾ സമയം ഏകദേശം 8:30 ആയിട്ടുണ്ട്. നമുക്കൊരു 9:30, 9:45 ആകുമ്പോഴത്തേക്ക് ഇറങ്ങണം. 10 മണിക്കാണ് അവരുടെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ. അതിനും പോകണം. അപ്പം ഇന്നലെ മുതൽ അതിന് വേണ്ടി ഒരുങ്ങി കെട്ടിയിരിക്കുവാണ്. അപ്പം ഇനിയിപ്പം ഫുഡൊക്കെ കൊടുത്തിട്ട് അവനെ റെഡിയാക്കണം, ഞാനും റെഡിയാക്കണം. ഞാനും അവയെ മാത്രമേ പോകുന്നുള്ളൂ. അജയ് ചേട്ടൻ വരുന്നില്ല. അജയ് ചേട്ടൻ വേറെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്ക് പിന്നെയും ഷോപ്പിങ്ങിന് പോകാനുള്ളതാണ്. അപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പം അവർ ഫുഡ് കഴിക്കട്ടെ, ഞാനും ഫുഡ് കഴിച്ചിട്ട് പെട്ടെന്ന് റെഡി ആവട്ടെ കേട്ടോ നമുക്ക് പോകാനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പം ഇനി അത് കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ തന്നെ ഞാനും അവ റെഡി ആയിട്ടുണ്ട് കേട്ടോ ബർത്ത്ഡേക്ക് പോകാൻ വേണ്ടി. ഇനി നമുക്ക് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കണം. അതെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് എടുത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പം നമ്മൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. ബാ, നമുക്ക് ഗിഫ്റ്റ് എടുത്ത് വെക്കാം. ബാ. ഇവിടെയൊക്കെ ബർത്ത്ഡേ ആകുമ്പോൾ നമുക്ക് പിള്ളേരുടെ ഇഷ്ടങ്ങളൊക്കെ പേരൻസിൻ്റെ അടുത്ത് ചോദിക്കാം കേട്ടോ. അങ്ങനെ ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ മീൻസ് ആ കൊച്ചിന് ഇഷ്ടം ഡ്രോയിങ്ങും കാര്യങ്ങളൊക്കെയാന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ആട്ടോ മേടിച്ചേക്കുന്നത്. അപ്പോൾ അവയുടെ ബർത്ത്ഡേ വരുവാണെങ്കിൽ നമ്മൾ വിളിക്കുന്നവരൊക്കെ നമ്മുടെ അടുത്ത് ചോദിക്കാം അവർക്ക് എന്താ ഇഷ്ടം. അങ്ങനെയൊക്കെയാണ് ഇവിടെ കൂടുതലും എന്താ പറയുക നമുക്ക് ചോദിക്കാൻ പറ്റും അവരുടെ അടുത്ത്. മാറ്റി വെക്ക്, താഴെ എടുത്ത് വെക്ക്. അപ്പം അങ്ങനെയാട്ടോ. അപ്പം എന്തേ ഞങ്ങൾ റെഡിയായി. ഇനിയൊരു സമയം ഏകദേശം 9:30 ആയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് ഏകദേശം നടന്നു പോകാനുള്ള ദൂരം ഉള്ളൂ കേട്ടോ.
അതുകൊണ്ട് ഒരു 9:45 ആകുമ്പോഴത്തേക്ക് ഇറങ്ങാനാണ് വിചാരിച്ചത്. പിന്നെ വെളിയിൽ അത്യാവശ്യം ചെറിയ ചെറിയ മഴയുണ്ട്. ഇന്നലെ മുതൽ ഇവിടെ ഭയങ്കര മഴയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങാം. ഇച്ചിരി പണിയും കൂടി ഉണ്ട്. കൊണ്ടുപോകാൻ വാട്ടർ ബോട്ടിലും കാര്യങ്ങളൊക്കെ എടുക്കണം. അതല്ലേ എടുക്കട്ടെ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങിട്ടോ. വിവിക്ഷ എന്ന് എപ്പോഴും വരുമായിരുന്നത്. അത് അവിടെ വേറൊരു ഫ്രണ്ട് ആട്ടോ, അവിടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പേര്. അതുകൊണ്ട് എപ്പോഴും ആ പേര് വായിൽ വരത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഇത് സിൻഡി എന്ന് പറഞ്ഞ കുട്ടിയുടെ ആട്ടോ ബർത്ത്ഡേ. അപ്പം അവിടെ ഫ്രണ്ട് സിൻഡിയുടെ ബർത്ത്ഡേക്ക് പോകാൻ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇറങ്ങി. അവിടെ ബെസ്റ്റ് ഫ്രണ്ട് ഇതോടെ വെയിറ്റ് ചെയ്യും കേട്ടോ. അപ്പം അവരെ വിളിക്കണമെന്ന്. അപ്പം നമ്മൾ 2 പേരും കൂടെ ഒരുമിച്ചാണ് പോകുന്നത്. അവരവിടെ മിക്കവാറും വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഞങ്ങൾ പെട്ടെന്ന് പോട്ടെ, കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് പോവാം. നമ്മളോട് ഇവിടെ മീറ്റ് ചെയ്യാനാട്ടോ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാനിപ്പോൾ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവർ കുറച്ച് ലേറ്റ് ആവും, അവർ റെഡി ആവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളോട് പൊക്കോളം പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ പോവാണ്. നമുക്കിനി അവിടെ ചെന്നിട്ട് അവർ കുറച്ചും കൂടെ കഴിയുമ്പോൾ വരുമായിരിക്കും. അന്നേരം മീറ്റ് ചെയ്യാം. അവയും ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ത് വിവീക്ഷ ഇവിടെ കാണുമെന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞതാണ്ട് ഞങ്ങൾ പിന്നെയും നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കേൾക്കുന്നുണ്ടായിരിക്കും. അവിടെ ഒരു വീട്ടിൽ ഇങ്ങനെ ഇപ്പം ഓട്ടം സീസണൊക്കെ ആയതുകൊണ്ടേ ഈ ഇല വീഴുന്ന കാരണം അവരത് ക്ലീൻ ചെയ്യണതിൻ്റെ സൗണ്ട് കേട്ടോ ആ വീട്ടിൽ. അതിൻ്റെ സൗണ്ടാണ് ബാക്ക്ഗ്രൗണ്ടിൽ കേട്ടോണ്ടിരിക്കുന്നത്. അപ്പം എന്താണ്ട് ഞങ്ങൾ 2 പേരും കൂടെ പോയിക്കൊണ്ടിരിക്കുക. അവ ഇവിടെയുണ്ട്. അവയാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ. ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇപ്പം ഈ പറഞ്ഞ കണക്ക് ഓട്ടം ആയതുകൊണ്ട് കണ്ടില്ലേ, എല്ലാ മരത്തിലെയും ഇലകളൊക്കെ പോയി ഭയങ്കര ശോചനീയമായ അവസ്ഥയാണ്. തണുപ്പ് ഈ പ്രാവശ്യം പണ്ടത്തെ അത്രയും തണുപ്പില്ല കേട്ടോ. മീൻസ് കഴിഞ്ഞ വർഷത്തെ അത്രയൊന്നും തണുപ്പില്ല. ഇപ്പോൾ ഏകദേശം നവംബർ 15 ആയിട്ടുണ്ട്. ശരിക്കും തണുപ്പ് വരേണ്ട ഒരു സമയമൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും തണുപ്പൊന്നുമില്ല. എനിക്ക് കണ്ടില്ലേ, ഞാൻ കണ്ടില്ലേ ജാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്തിട്ടാണ് വരുന്നത്. അതും ഒരു ലെയർ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. എനിക്ക് വലിയ കാര്യമായിട്ട് തണുപ്പൊന്നും ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ ഈ വർഷത്തെ തണുപ്പ് കുറച്ച് കുറവായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം നമ്മൾ പോട്ടെ കേട്ടോ. നമ്മൾ ഈ നടന്നു പോകുന്ന വഴി നിങ്ങൾ എൻ്റെ വീഡിയോയിൽ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ടായിരിക്കും കേട്ടോ. ഇത് നമ്മളിവിടെ വാക്കിംഗ് പോകാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു റോഡാണ്. പിന്നെ എന്താ പറയുക, നമുക്ക് റോഡിൽ കൂടെ നടക്കണ്ടെങ്കിൽ ഈ റോഡ് ഉപയോഗിക്കാം കേട്ടോ. ഒരുപാട് സ്ഥലത്തേക്ക് ഇത് കണക്ടിവിറ്റി ഉണ്ട് കേട്ടോ ഇവിടുന്ന്. അതുകൊണ്ട് കൂടുതലും അവീനയും കൊണ്ടൊക്കെ നടക്കുമ്പോൾ നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യുന്ന റോഡ് ഇതാണ്. അപ്പോൾ പിന്നെ ഇതിൽ സൈക്കിൾ മാത്രമേ വരത്തുള്ളൂ. അതുകൊണ്ട് ഭയങ്കര ഉപകാരമാണ്. അവനെ എങ്ങനെ വേണമെങ്കിലും തുറന്നു വിട്ട് നമുക്ക് നടത്തിക്കാം. അതുകൊണ്ട് കേട്ടോ നമ്മളെപ്പോഴും തന്നെ ഈ ഒരു റൂട്ട് പിടിക്കുന്നത് അവീനയും കൊണ്ട് നടന്നു പോകുമ്പോൾ. ഈ വഴി കൂടെ നടക്കുമ്പോൾ ഉള്ള പ്രത്യേകതയായിട്ടോ ഇവിടെ ഇഷ്ടംപോലെ ഇങ്ങനത്തെ കുഞ്ഞു സാധനങ്ങളെ കാണാം. അതുപോലെ ചില സമയത്ത് മാനിനെ കാണാം. അങ്ങനെ ഒരുപാട് സാധനത്തെ നമുക്ക് കാണാൻ കിട്ടും കേട്ടോ. അങ്ങനെ നമ്മൾ ബർത്ത്ഡേ നടക്കുന്ന സ്ഥലത്തെത്തി കേട്ടോ. ഇവിടെ ആട്ടോ ബർത്ത്ഡേ നടക്കുന്നത്. നമുക്ക് ഇനി അകത്ത് കയറി നോക്കാം. എല്ലാവരും വന്നിട്ടൊക്കെ ഉണ്ടായിരിക്കും. നമ്മൾ 10 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. 10 o'clock ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നേ. നമ്മൾ നടന്നിവിടെ എത്തിയപ്പോഴത്തേക്കും കുറച്ച് സമയമായി. ചോയ്യാവോ? പുഷ് ചെയ്തേ, പുഷ്. ഗുഡ് ബോയ്. ഇങ്ങോട്ട് സിൻഡിയുടെ പേരൻസ് നല്ല അടിപൊളിയായിട്ട് റൂമും കാര്യങ്ങളൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഈ ടോയ്സ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇവിടെ പൊതുവേ റൂമൊക്കെ റെൻറ്റിന് എടുക്കുമ്പോൾ ടോയ്സ് ഒന്നും അതിൻ്റെ കൂടെ കാണത്തില്ല കേട്ടോ. ഇതൊക്കെ ഓരോ മണിക്കൂറിന് നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് എടുക്കണം. അതുപോലെ തന്നെ കോർണറിൽ ഇവരൊരു ഡ്രോയിങ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടുതലും നമ്മുടെ തീമിന് റിലേറ്റ് ചെയ്തിട്ടുള്ള പടങ്ങളായിരുന്നു കേട്ടോ. അതായത് പോക്കിമോൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് രവി അവിടെ നിന്ന് ഡ്രോയിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ പോകുന്നത് ഈ ഒരു സാധനത്തെ കളിക്കാൻ വേണ്ടിയായിരുന്നേ. അവയ്ക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഈ ഒരു ടോയ് ആയിരുന്നു. കുറേ നേരം ഇവിടെ നിന്ന് കളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ ഇവിടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഉള്ളത് ഇവൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർ തന്നെയാണ്. ഇവർക്ക് എല്ലാവർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. അതുകൊണ്ട് തന്നെ കളിക്കാനും കൂട്ടുകൂടാനും ഒക്കെ ഇഷ്ടം പോലെ പിള്ളേരുള്ളതുകൊണ്ട് നന്നായിട്ട് അവർ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നേ. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമുക്ക് കേക്കും കിട്ടി കേട്ടോ. അവിടെ ദാണ്ട് ഈ തൊട്ടടുത്ത് നിൽക്കുന്നതാണ് അവരുടെ ബെസ്റ്റ് ഫ്രണ്ട് വിവീക്ഷ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ഒരു റിട്ടേൺ ഗിഫ്റ്റും തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ മേടിച്ച് നമ്മൾ നേരെ പോയത് ഒരു കുട്ടി ഷോപ്പിങ്ങിനായിരുന്നു. നമ്മുടെ കൂടെ അവരുടെ ഫ്രണ്ട് വിവീക്ഷയും വിവീക്ഷയുടെ അമ്മയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഷോപ്പിങ്ങിന്. പിന്നെ ഇപ്പോൾ ഏത് കടയിൽ പോയാലും ക്രിസ്മസിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് ആദ്യം കാണാൻ കിട്ടുന്നത് കേട്ടോ. നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അജയ് ചേട്ടൻ്റെ ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ വിളിച്ച് വെച്ചപ്പോൾ പറഞ്ഞു നിങ്ങളുടെ പരിപാടി കഴിഞ്ഞെങ്കിൽ ഞാൻ പിക്ക് ചെയ്യാമെന്ന്. അങ്ങനെ തണ്ടേ അജയ് ചേട്ടൻ നമ്മളെ വിളിക്കാൻ വന്നു. ഇനി നമ്മൾ നേരെ തിരിച്ച് വീട്ടിൽ പോട്ടെ.
അങ്ങനെ നമ്മൾ സാധനമൊക്കെ മേടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അജേഷേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അവയാണെങ്കിൽ ഇവിടെ കിട്ടിയ ഗിഫ്റ്റ് പൊട്ടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അവന് റിട്ടേൺ ഗിഫ്റ്റ് കിട്ടി സാധനങ്ങളൊക്കെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി വീട്ടിൽ ചെന്നിട്ട് സാധനങ്ങളൊക്കെ മേടിച്ച സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് നമുക്ക് സിറ്റി സെന്റർ പോകണം. മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതാണ് ഒരുമാതിരി വല്ലാത്ത മഴ. മഴയാണോന്ന് ചോദിച്ചാൽ അല്ല, അന്ന് മഴയാണോന്ന് ചോദിച്ചാൽ ആണ് തന്നെന്നുള്ളൊരു രീതിയിലുള്ള മഴയാട്ടോ. എന്തൊക്കെ കിട്ടിയവി കാണിച്ച്? ഒരു സ്ട്രോ കിട്ടി, പിന്നെ സ്റ്റിക്കർ, ടിഷ്യൂന്റെ അത് കേക്ക്. അത് ഡോണ്ട് ഓപ്പൺ. കേക്ക് വെച്ചോ അതിൻ്റെ അകത്ത്, നമുക്ക് വീട്ടിൽ പോയിട്ട് കഴിക്കാം. കട്ട് ചെയ്ത കേക്ക്, പിന്നെ സ്റ്റിക്കേഴ്സ്. ഓക്കെ വെക്ക്. റെഡി, ബൈ. അത്രേ ഉള്ളോ? ഇനി നിനക്ക് വേണ്ട? പിന്നെ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് സ്ട്രോ കഴുകിയിട്ട് കുടിക്കാട്ടോ അതിലോ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. അജയ് ചേട്ടന് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു, നമ്മൾ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം വീട്ടിലൊന്ന് വെക്കണം. അത് കഴിഞ്ഞ് നമുക്ക് നേരെ ടൗണിൽ പോകണം കേട്ടോ. ഈ ഫ്രൈഡേ ബ്ലാക്ക് ഫ്രൈഡേ ആയിരുന്നു. അതിൻ്റെ എക്സ്റ്റെൻഡഡ് സെയിലും ഈ വീക്കെൻഡ് കാണും. അതുകൊണ്ടാട്ടോ നമ്മൾ മെയിനായിട്ടും ടൗണിൽ പോകാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ ചെന്ന് ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് പിന്നെ ഇറങ്ങി കേട്ടോ. കുറച്ച് ഷോപ്പിങ്ങും പരിപാടിയൊക്കെ ആയിട്ട്. ഇന്ന് കുറേ സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ബ്ലാക്ക് ഫ്രൈഡേ അങ്ങനെ എന്തോ സംഭവം ഉണ്ട്. അപ്പോൾ അതറിഞ്ഞുകൊണ്ട് പോകാമെന്ന് വിചാരിച്ച കേട്ടോ. പിന്നെ നല്ല മഴയുള്ള കാരണം ഞാനൊരു തൊപ്പി എടുത്തു. തണുപ്പൊന്നും കാര്യമായിട്ടില്ല. ചാറ്റൽ മഴ ഞാൻ പറഞ്ഞല്ലോ ചെറുതായിട്ടുണ്ട്. അവിതാണ്ട് കുടയൊക്കെ ചൂടി ഇതിൽ നടക്കുന്നുണ്ട്. അപ്പം എന്താ പറയുക, ടൗണിൽ ചെന്നിട്ട് എന്താ വിശേഷം. പിന്നെ ഞങ്ങൾ നടന്നാട്ടോ പോകുന്നത്. ഇന്ന് സെയിലായതുകൊണ്ട് നല്ല തിരക്കായിരിക്കും. കാർ പാർക്കിങ്ങിനൊന്നും സ്ഥലവും കിട്ടത്തില്ല, നല്ല റേറ്റും ആയിരിക്കും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പയ്യെ നടന്ന് പോവാം. പയ്യെ വന്നാൽ മതിയല്ലോ, പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് അല്ല, പരിപാടിയുണ്ട്, കുറച്ച് പരിപാടിയുണ്ട് കേട്ടോ. അത് നമുക്ക് രാത്രിയിലാണെങ്കിലും ചെയ്യാം. അതുകൊണ്ട് പിന്നെ നമ്മുടെ നടന്നു പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ നടന്നു വരുന്ന സിറ്റി സെൻറ്റർ എത്തി കഴിഞ്ഞപ്പോൾ നമുക്ക് വണ്ടി കൊണ്ടുവരാതെ നടന്നു വന്ന തീരുമാനം വളരെ നന്നായെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നേ. മെയിനായിട്ടുള്ള കാരണം ഇവിടുത്തെ മിക്ക പാർക്കിങ്ങും ഫുള്ളായിരുന്നു. അതുപോലെ തന്നെ നല്ല തിരക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് ഊഹിക്കാമല്ലോ എത്രത്തോളം തിരക്കുണ്ടായിരുന്നു എന്നുള്ളത്. പിന്നെ ഇതുപോലെ കുട്ടി കുട്ടി പ്രോഗ്രാംസ് ഒരുപാട് എടുത്ത് നടക്കുന്നുണ്ടായിരുന്നു. ഇന്ന് ഈ സെയിലല്ലാതെ വേറെ എന്തെങ്കിലും പരിപാടിയോ ഇല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള കാര്യം ഈ വീക്ക് ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. കാരണം ഒരുപാട് കുട്ടി കുട്ടി പ്രോഗ്രാംസ് നടക്കുന്നത് കണ്ടു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആദ്യം പോയത് പ്രൈമാർക്കിലേക്കായിരുന്നു. അവയ്ക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നേ. ഒരു ഷൂവ്, അതുപോലെ തന്നെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ. അവന് സ്കൂളിൽ കൊടുത്തു വിടുന്ന മെയിൻ സാധനങ്ങളെല്ലാം തന്നെ ഞാൻ പ്രൈമാർക്കിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. കാരണം ഇവർ സ്കൂളിൽ പോകുമ്പോൾ സ്കെച്ച് ഉപയോഗിക്കലും കളർ ഉപയോഗിക്കലൊക്കെ കാരണം അത് മുഷിഞ്ഞു പോകും. അപ്പോൾ പിന്നെ ഞാൻ ഇവിടെ തന്നെയാണ് വാങ്ങിക്കുന്നത്. പിന്നെ വിൻ്ററിൻ്റെ കുറച്ച് സാധനങ്ങളും വാങ്ങിക്കാനുണ്ടായിരുന്നു. അതെല്ലാം വാങ്ങിച്ച് നമ്മൾ ബില്ല് ചെയ്തിറങ്ങിയപ്പോഴത്തേക്കും നമുക്ക് 3 പേർക്ക് നന്നായിട്ട് വിശക്കാൻ തുടങ്ങി കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം 2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ കോസ്മോയിൽ ഓൾറെഡി 2 മണിക്ക് ബുക്കിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ കഴിക്കാൻ പോയേക്കാം എന്ന് വിചാരിച്ചത് കേട്ടോ. പിന്നെ ഇവിടെ വരുമ്പം മോസ്റ്റ്ലി നമുക്ക് ബുക്കിംഗ് ചെയ്തിട്ട് വരുമായിരിക്കും ബെറ്റർ. അപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മളിവിടെ വരുവാണെങ്കിൽ കുറച്ച് അധികം നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. വാക്കിങ്ങും ഉണ്ട് കേട്ടോ, നമുക്ക് അല്ലാതെയും വരാം. പക്ഷേ കുറച്ച് അധികം നേരം വെയിറ്റിംഗ് ചെയ്യേണ്ടി വരും. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഏത് കടയിൽ ചെന്നാലും ഫുൾ വൈബ് ക്രിസ്മസ് ആണ്. നവംബർ ഒരു മിഡൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ ഇവർ എന്താ പറയുക, ഇങ്ങനെ ഫുൾ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ തുടങ്ങും കേട്ടോ. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഞങ്ങളവിടെ ഇരുന്ന് എത്ര സാന്താക്ലാസ് ഉണ്ട്, സാന്താക്ലോസിൻ്റെ പ്രത്യേകതയും കാര്യങ്ങളും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കലായിരുന്നേ. അങ്ങനെ താണ്ടി നമുക്ക് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് ടേബിളും കാര്യങ്ങളൊക്കെ കിട്ടി. ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഇവർ വെയിറ്റ് ചെയ്യുന്നത്. നമ്മൾ മുകളിലേക്ക് മീൻസ് അതിൻ്റെ അപ്പർ ഫ്ലോറിലാട്ടോ ഇവിടുത്തെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ റെസ്റ്റോറൻറ്റ് പ്രത്യേകത എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ബൊഫേ ആണ്. ഇവിടെ നോർവേജിലുള്ള UK യിലുള്ളവർക്ക് അറിയുമെന്ന് അറിയത്തില്ല. കോസ്മോ എന്ന് പറയുന്നത് ഒരു ബൊഫറ്റായിട്ട് ഇവിടെ കിട്ടുന്നതാണ്. നമുക്ക് പല ഡിഷസും കിട്ടും കേട്ടോ. ഇന്ത്യൻ ഉണ്ട്, അതുപോലെ തന്നെ ചൈനീസ് ഉണ്ട്, അങ്ങനെ പല വെറൈറ്റിയുള്ള ഫുഡ് കിട്ടും. നമുക്ക് ഒരുപാട് ക്രേവിങ്സ് ഉള്ള സമയത്ത് നമ്മൾ വരുന്ന ഒരു എന്താ പറയുക റെസ്റ്റോറൻ്റ് ആട്ടോ ഇത്. നല്ല എന്താ പറയുക, ഒരുപാട് വിശപ്പുണ്ട്, ഒരുപാട് സാധനങ്ങൾ കഴിക്കണമെങ്കിൽ നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള, അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്ലേസ് ആട്ടോ ഇതെന്ന് പറയുന്നത്. ഇവിടെ ഒരാൾക്ക് ഏകദേശം 20-21 പൗണ്ടാട്ടോ വരുന്നത് വീക്കെൻഡ്സിൽ. വീക്ക് ഡേയ്സിൽ ഇതിലും കുറവാട്ടോ വരുന്നത് എന്താ പറയുക ടിക്കറ്റ് എന്ന് പറയുന്നത്. പിന്നെ അണ്ടർ 5 ആയിട്ടുള്ള പിള്ളേർക്ക് 4-5 പൗണ്ട് വരുന്നത്. എനിക്ക് കറക്റ്റ് അതറിയത്തില്ല എത്രയാണ്. പിന്നെ ഇവിടെ ഫുഡ് ഐറ്റംസിന് മാത്രം കേട്ടോ ഈ ഒരു എമൗണ്ടിൽ നമുക്ക് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള. പിന്നെ വെള്ളം എന്തെങ്കിലും, അതായത് ഡ്രിങ്കിങ് ആയിട്ടുള്ള എന്ത് സാധനം വേണമെങ്കിലും നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കണം. പിന്നെ ഇവിടെ ഒരു ഓപ്ഷൻ ഉള്ളത്, നമ്മൾ ഒരു റീഫില്ലിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്. ആ ഒരു ഡ്രിങ്ക് മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക്
നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് അത് ഒറ്റ പ്രാവശ്യം പേയ്മെൻറ്റ് കൊടുത്താൽ മതി. അത് ഈ 20 പൗണ്ട് അല്ല, എക്സ്ട്രാ നമ്മൾ പേ ചെയ്യണം. അതിൽ നിന്ന് പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പം അത് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് റീഫിൽ ചെയ്തെടുക്കാം. അതിൽ തന്നെ 2-3 ഓപ്ഷൻ ഉണ്ട്. കൊക്കക്കോള, അതുപോലെ തന്നെ മാംഗോ, സ്പ്രൈറ്റ്, അതുപോലുള്ള ഐറ്റംസ് ആട്ടോ കൂടുതലും വരുന്നത്. മാസ അങ്ങനത്തെ ഒക്കെ ഐറ്റങ്ങളുണ്ടല്ലോ, അതാണ് കൂടുതലും വരുന്നത്. പിന്നെ എനിക്കിവിടുത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സാധനമാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് കേട്ടോ. ഇഷ്ടം പോലെ കേക്ക് ഐറ്റംസ് ഉണ്ട്. അങ്ങനെ നമുക്ക് വിശാലമായി ഇരുന്ന് കഴിക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ, അതായത് വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ചിറങ്ങി. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, പക്ഷേ നമുക്ക് തിരിച്ച് വീട്ടിൽ പോകാൻ പറ്റില്ല. ഷോപ്പിംഗ് ഒക്കെ ജസ്റ്റ് നമ്മൾ തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അവിയാണെങ്കിലും ഫുഡ് കഴിച്ച് നന്നായിട്ട് ടയർഡായിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ടൊന്ന് മഴ പൊടിഞ്ഞപ്പോഴത്തേക്കും കുടയൊക്കെ ചൂടി നല്ല ആസ്വദിച്ച് നടക്കുന്നുണ്ടായിരുന്നു പുള്ളി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇവിടെ ക്രിസ്മസും, അതായത് നവംബർ മാസം പകുതി ആയിട്ടുള്ളൂ, പക്ഷേ അന്നേരത്തേക്കും എന്താ പറയുക, ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ അവർ ഏകദേശം എല്ലായിടത്തും തന്നെ ക്രിസ്മസ് വൈബൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് നേരെ മൗണ്ടൻ വെയർ ഹൗസിലേക്ക് പോവാം. കുറച്ച് ഗ്ലൗസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളൊക്കെ കിട്ടണമെങ്കിൽ ഇവിടെ കയറണം കേട്ടോ. അപ്പം നമ്മൾ അത് മേടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം അവയ്ക്കൊരു ഗ്ലൗസ് മേടിക്കണം, എനിക്ക് പിന്നെ കുറച്ച് വീട്ടിലിടാനുള്ള തെർമലിൻ്റെ അത് കൂട്ട ഐറ്റംസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണേ. അങ്ങനെ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ ഇറങ്ങി പോരുന്ന വഴിക്കാട്ടോ ഈ ഒരു ഐറ്റം കണ്ടത്. ഇതെല്ലാ വർഷവും ഇവിടെ വെക്കുന്ന കേട്ടോ അവർ. അവയ്ക്ക് എത്ര പ്രാവശ്യം കണ്ടാലും ഇവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളും എടുക്കണം. പുള്ളി ഇവിടെ പോയി നിൽക്കും, നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കണേ. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് അജീഷേട്ടന് ഡ്രസ്സ് എടുക്കാനാണേ. കുഴപ്പമില്ലല്ലോ, ലെങ്ത് കുറവാണോ കൈക്ക്? പിന്നെന്താ ചെയ്യണേ? ഇഷ്ടപ്പെട്ടില്ല? സൈസ് വേറെ നോക്കണോ? ക്രിസ്മസ് ഒക്കെ തുടങ്ങി പറഞ്ഞാൽ എല്ലായിടത്തും സാന്താക്ലോസും അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീയും ഒക്കെ ആട്ടോ എന്നറിയാം. അവയാണെങ്കിൽ ഇപ്പോൾ ഇന്ന് ക്രിസ്മസ് ട്രീയുടെയും അതുപോലെ സാന്താക്ലോസിൻ്റെ ഒക്കെ എന്താ പറയുക ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ ക്രിസ്മസിൻ്റെ ഐറ്റംസ്. ഇഷ്ടപ്പെട്ടോ ഇത്? ഇതിന് ലെങ്ത് കുറവാണോ? ഒന്ന് കൈ പൊക്കിക്കേ. അതാ പറഞ്ഞ എക്സൽ ഒന്ന് ഇട്ട് നോക്കിയേ. നമ്മളവിടെ നിന്ന് കുറേ ജാക്കറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒന്നും തന്നെ അജേഷിന് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി താഴെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ ലൈറ്റും കാര്യങ്ങൾ. ഈ പ്രാവശ്യം ഇവിടുത്തെ ഡെക്കറേഷൻ കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു കേട്ടോ, ലാസ്റ്റ് ടൈമത്തെ പോലെ അല്ലായിരുന്നു. അങ്ങനെ അവിടെ നിന്നും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുത്ത് നേരെ പോയത് അജേഷിന് ഷൂ മേടിക്കാനായിരുന്നേ. ഇന്ന് നമ്മൾ വന്നിട്ട് ജാക്കറ്റ് കിട്ടിയില്ല, അതുകൊണ്ട് എന്താണേലും ഷൂ എങ്കിലും മേടിക്കണം എന്ന് വിചാരിച്ചാട്ടോ വന്നത്. അങ്ങനെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഷൂ ഒക്കെ കിട്ടി. പിന്നെ അവിടെ നിന്ന് പോയി നമുക്ക് കുറച്ച് ക്രീമും കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ. നമ്മളിപ്പം കൂടുതലും മേടിക്കുന്ന സേവേഴ്സ് എന്ന് പറഞ്ഞൊരു കടയിൽ നിന്നാട്ടോ. ഇവിടെ കുറേ റേറ്റ് വ്യത്യാസമുള്ള പോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്നും സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ തിരിച്ചു പോകുന്നത് ബസ്സിലാട്ടോ. ഈ സമയമായപ്പോഴത്തേക്കും നന്നായിട്ട് ടയർഡായിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 9:45 ആയപ്പോൾ നടക്കാൻ തുടങ്ങിയതാണ് ഞങ്ങൾ. ഇപ്പോൾ ഏകദേശം ഒരു 4:30 ആയിട്ടുണ്ട്. ഈ സമയം വരെ നടക്കുമായിരുന്നു. ആകെ ഫുഡ് കഴിക്കാൻ വേണ്ടി കുറച്ച് നേരമാണ് ആ കുട്ടി എവിടെയെങ്കിലും ഒന്ന് ഇരുന്നത്. അതുകൊണ്ട് തന്നെ അവർ നന്നായിട്ട് ടയർഡായിട്ടുണ്ടായിരുന്നു. അങ്ങനെ താണ്ട് ഞങ്ങൾക്ക് ബസ്സൊക്കെ കിട്ടിയിട്ടോ. ഞങ്ങളുടെ ബസ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു 5-10 മിനിറ്റ് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാട്ടോ ബസ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഇനി നമുക്ക് നേരെ വീട്ടിൽ പോകാൻ. ഞാൻ പറഞ്ഞല്ലോ നല്ല രീതിയിൽ ടയേർഡായിട്ടുണ്ടായിരുന്നു. അവയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയപ്പോൾ മുതൽ പറയുന്നുണ്ടായിരുന്നു ഉറക്കം വരുന്നുണ്ടെന്ന് കേട്ടോ. അപ്പോൾ നമുക്കിനി നേരെ വീട്ടിൽ പോവാം. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ബസ്സും പിടിച്ച് നമ്മൾ വീടിൻ്റെ അവിടെ എത്തിയിട്ടോ. സമയം ഏകദേശം 5:15 ഉള്ളൂ, പക്ഷെ നല്ല ഇരുട്ടായിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇരുട്ടാവുന്നൊരവസ്ഥയാവും കേട്ടോ. അവയാണെങ്കിലും നല്ല ടയേർഡാട്ടോ. അതുപോലെ തന്നെ ഉറങ്ങിയിട്ടുണ്ട് ബസ്സിൽ കയറി കഴിഞ്ഞപ്പം. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് മാക്സിമം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷെ ഉറങ്ങിപ്പോയിട്ടുണ്ട്. ഇനി വീട്ടിൽ പോയിട്ട് അവനെ ഒന്ന് കിടത്തി ഉറക്കണം. പിന്നെ ചെറുതായിട്ടൊരു പനിയുടെ ഒരു ലക്ഷണവും കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വാക്സിനേഷൻ എടുത്തായിരുന്നു, അതിൻ്റെ ഒന്ന് തോന്നുന്നു. അപ്പോൾ വീട്ടിൽ കൊണ്ടുപോയി ഒന്ന് കുറച്ച് പാരസെറ്റമോളോ ഇല്ലെങ്കിൽ ഒന്ന് ആവി പിടിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടൊന്ന് കിടത്തി ഉറക്കണം. പിന്നെ വീട്ടിൽ നിന്ന് കുറച്ച് പരിപാടിയും കാര്യങ്ങളുണ്ട്, കുക്കിങ്ങും പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. അതും ചെയ്ത് വെക്കണം. അപ്പം ഇനിയിപ്പോൾ വീട്ടിലെത്തട്ടെ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി കുറച്ച് റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. ഇനി കുക്കിങ്ങിലേക്ക് കയറാം. നാളെ നമുക്ക് 2 ഗസ്റ്റ് ഉണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള ചിക്കൻ കറിയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കണം കേട്ടോ. രാവിലെ എഴുന്നേറ്റ് ഉണ്ടാക്കലൊന്നും നടക്കത്തില്ല. അപ്പോൾ ഇപ്പോൾ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. വന്നതേ കിടന്നുറങ്ങി. വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എടുത്തുകൊണ്ട് വന്നത് ബസ്സേ കിടന്ന് തന്നെ ഉറങ്ങിയായിരുന്നു. പിന്നെ കൊണ്ട് കട്ടിലേക്ക് എടുത്തേ ഉള്ളൂ, എഴുന്നേറ്റിട്ടില്ല ഇതുവരെ. ചേട്ടൻ ചിക്കനൊക്കെ കട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനിവിടെ കുക്കിംഗ് പരിപാടിയൊക്കെ തുടങ്ങുകയാണ്. ഉള്ളിയും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്.
അതെല്ലാം എടുത്ത് വെച്ച് ഇനി എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് വേണം പോയി കിടന്ന് ഉറങ്ങാനായിട്ട്. ഇനി ഫുഡും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, വിശപ്പൊക്കെ കഴിഞ്ഞു. ഇനി എന്താ പറയുക, കുക്കിങ്ങും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പം പെട്ടെന്ന് പോയി കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ, നമുക്ക് കുക്കിംഗ് തുടങ്ങാം. അജീഷേട്ടനെ കണ്ടിട്ടുണ്ടല്ലേ ഈ ഏതാണ്ട് സിനിമയ്ക്കകത്തൊക്കെ സൈക്കോ കില്ലറില്ലേ, അതുപോലെ നിൽപ്പുണ്ട്. എന്താ ഇങ്ങനെ ഇട്ടോണ്ടിരിക്കണേ? അതാ പറഞ്ഞ ഏതോ സൈക്കോ കില്ലർ നിൽക്കണ. ഈ സൈക്കോ കില്ലേഴ്സ് ഒക്കെ വരുന്നത് മിക്ക മൂവിയിൽ ഇങ്ങനെ ഹുഡിയൊക്കെ ഇട്ടല്ലേ. അങ്ങനെ താണ്ടേ നമ്മുടെ ചിക്കൻ കറിയും പിന്നെ മീൻ പൊള്ളിച്ചും ഉണ്ടാക്കാനുള്ള മീനും താണ്ടേ ഇവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഏകദേശം എല്ലാം ആയിക്കൊണ്ടിരിക്കുന്നു. അജയ്ശേട്ടൻ ഇത് ഫിഷും ഇതെല്ലാം കട്ട് ചെയ്തിട്ട് അജയ്ശേട്ടൻ പോയി ഗെയിം കളിക്കാൻ പോയിട്ടോ. അപ്പം താണ്ടേ ഏകദേശം ഇത്രയായി. ഇനി ഇതെല്ലാം ഉണ്ടാക്കി കഴിയുമ്പോൾ പാത്രം കഴുകാൻ വേണ്ടി അജയ്ശേട്ടൻ വരും. ഒരു ചിക്കൻ കറിയും ഒരു എന്താ പറയുക മീൻ പൊള്ളിച്ചത് മാത്രമായിട്ടോ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ ചോറും നമ്മുടെ കേരള പൊറോട്ടയും. ഇവിടെ ഇപ്പം ഐഡിയുടെ പൊറോട്ട കിട്ടും. എനിക്കിപ്പോൾ കഴിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പൊറോട്ട അതാട്ടോ. നല്ല ചൂടാക്കി കഴിഞ്ഞാലും നല്ല ടേസ്റ്റാണ് പൊറോട്ടയ്ക്ക്. നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നൊരു പൊറോട്ട കേട്ടോ. അപ്പം നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ ഒന്ന് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കുക. ഐഡിയുടെ ഈ ഫ്രോസൺ പൊറോട്ട കിട്ടുമല്ലോ, നല്ല അടിപൊളി പൊറോട്ട കേട്ടോ. ഞാൻ 2-3 പ്രാവശ്യം ഇപ്പം മേടിച്ച് നോക്കി. ഇപ്പം എനിക്ക് ബാക്കിയുള്ള എല്ലാ ഇതിനേക്കാളും എനിക്കിഷ്ടമായിട്ട് തോന്നിയത് അതായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ പൊറോട്ടയും നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാട്ടോ നമ്മുടെ നാളത്തെ എന്താ പറയുക ചോറും പൊറോട്ടയും ഇത് ചിക്കൻ കറിയും മീൻ പൊള്ളിച്ചതും ആണ് നമ്മുടെ നാളത്തെ മീൻ എന്ന് പറയുന്നത്. ആരാ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഫ്രണ്ട് ഉണ്ടല്ലോ വിവീക്ഷ എന്ന് ഞാൻ ഇന്ന് രാവിലെ പറയണത്, അവരാട്ടോ വരുന്നത്. അപ്പം അതിൻ്റെ പ്രിപ്പറേഷനൊക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ പെട്ടെന്ന് ഇനി കുക്കിങ്ങും കാര്യങ്ങളൊക്കെ തീർത്തിട്ട് ഇപ്പോൾ സമയം ഏകദേശം 8 മണിയാണ്. നമുക്കൊരു 9 മണി 10 മണി ആകുമ്പോഴത്തേക്കും നമ്മുടെ പരിപാടി തീരും കേട്ടോ. ഇതിപ്പം ഈ ചിക്കൻ കറി ഇതായി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി മറ്റേ എന്താ പറയുക നമ്മുടെ മീൻ പൊള്ളിക്കുന്നതിൻ്റെയും കൂടെ വരട്ടാനുള്ളതേ ഉള്ളൂ. ബാക്കിയൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. പിന്നെ ബാക്കി പാത്രം കഴുകാനുള്ള പണി ഞാൻ പറഞ്ഞല്ലോ, അത് അജയ്ശേട്ടൻ കഴിച്ചതോളൂ. പിന്നെ ഈ മീൻ ഇന്നുണ്ടാക്കുന്ന കാരണം കുറച്ച് കിച്ചൺ ഒരു എന്താ പറയുക സ്മെല്ലായിരിക്കും. ഇവിടെ മീൻ ഇങ്ങനെ ഒത്തിരി വെന്റിലേഷനും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര മീനിൻ്റെ സ്മെല്ല് ഇങ്ങനെ ഈ വീടിൻ്റെ അകത്ത് തന്നെ കിടക്കും. അതുകൊണ്ട് കിച്ചണും ഒന്ന് ക്ലീൻ ചെയ്ത് കുറച്ച് എന്തെങ്കിലും പരിപാടി ആ സ്മെല്ല് പോകാനുള്ള പരിപാടിയും കൂടി ഒന്ന് ചെയ്ത് വെക്കണം. അപ്പോൾ നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും ഏകദേശം സെറ്റ് ആയിക്കോളും. അങ്ങനെ നമ്മുടെ കുക്കിങ് കാര്യം കഴിഞ്ഞു. ഇനി ഞാൻ കുറച്ച് ക്ലീനിങ് പരിപാടിയുണ്ട് കേട്ടോ. ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പോയി കിടന്നുറങ്ങാം. ഇപ്പോൾ സമയം 8:30 നമ്മൾ വിചാരിച്ചേക്കാളും പെട്ടെന്ന് പണികളൊക്കെ തീർന്നു കേട്ടോ. സിങ്ക് കഴുകണം, അതുപോലെ തന്നെ എന്താ പറയുക കിച്ചൺ കുക്ക് ചെയ്ത ഏരിയ ഒന്ന് കഴുകണം. വേറെ പരിപാടിയൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് പോയി കിടന്നു ഉറങ്ങണം. നന്നായിട്ട് ടയേർഡായിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ ഫുൾ ടൈം നടത്തവും പിന്നെ കുക്കിങ്ങും എല്ലാം കൂടെ ആയപ്പോൾ. അപ്പോൾ ഞാൻ പെട്ടെന്ന് കിച്ചണൊക്കെ ക്ലീൻ ചെയ്തെടുക്കട്ടെ. അങ്ങനെ പരിപാടികളും കാര്യങ്ങളും കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ സമയം 9:30 ആയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് എഴുന്നേറ്റ് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. പാരസെറ്റമോളും കുടിച്ച് ഞാൻ കിടത്തി ഉറക്കി കേട്ടോ. അപ്പം ഇനി ഞാനും പോയി കിടന്നുറങ്ങട്ടെ. ബാക്കി പരിപാടികളെല്ലാം കഴിഞ്ഞു. ഈ ഒരു കുട്ടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്.